കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു പരാജയത്തിൻ്റെ ആഘാതത്തിലാണ് ഇടതുപക്ഷം. വോട്ടെണ്ണൽ കഴിഞ്ഞതു മുതൽ അണികളും നേതാക്കളും ഒരുപോലെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് നമ്മൾ തോറ്റു? ചൂണ്ടിക്കാണിക്കാൻ കൃത്യമായ കാരണങ്ങളില്ലാഞ്ഞിട്ടും എങ്ങനെയാണ് ഇത്രയും വലിയൊരു തോൽവി ഇടതുപക്ഷത്തെ തേടിയെത്തിയത്? വലതുപക്ഷ മാധ്യമങ്ങളുടെ നിരന്തരമുള്ള വേട്ടയാടലാണോ, അതോ പണക്കൊഴുപ്പിൻ്റെ ഹുങ്കിൽ എതിരാളികൾ തീർത്ത നുണപ്രചരണങ്ങളാണോ? പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വോട്ടുകൾ ചോർന്നു പോയതിൻ്റെ യഥാർത്ഥ കാരണം തേടി ഓരോ സഖാവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് പിന്നാലെ പരക്കം പായുകയായിരുന്നു. തോൽവിയുടെ ആഴം എത്രത്തോളമുണ്ടെന്ന് വിലയിരുത്താൻ ബ്രാഞ്ച് തലങ്ങളിൽ പോലും അടിയന്തര യോഗങ്ങൾ ചേരുമ്പോഴും ഈ ചോദ്യത്തിനുള്ള ഒരു കൃത്യമായ ഉത്തരം ആർക്കും ലഭിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ആ സസ്പെൻസ് പൊളിഞ്ഞത്. എങ്ങനെ ഇടതുപക്ഷം തോറ്റു എന്നുള്ളതിന് ഏറ്റവും കൃത്യമായ അനിഷേധ്യമായ ഒരു ഉത്തരം കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ആ ഉത്തരം ലഭിച്ചത് മറ്റാരിൽ നിന്നുമല്ല, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന PK ശശിയുടെ ഒരു പ്രസംഗത്തിൽ നിന്നാണ്. അതെ, സാക്ഷാൽ PK ശശി ആദർശത്തിൻ്റെ വെള്ളക്കുപ്പായം വിട്ട് നടക്കുകയും പിന്നീട് CP ജോണിൻ്റെയൊക്കെ കൂടി പുതിയ പാർട്ടി രൂപീകരിച്ച് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത അതേ ശശി. ആ വേദിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ അതൊരു സാധാരണ രാഷ്ട്രീയ പ്രസംഗമായി തോന്നാമെങ്കിലും മറ്റാർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു വലിയ സത്യം ആ വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തുകൊണ്ട് CPM തോറ്റു എന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായ ഉത്തരം ആ പ്രസംഗത്തിലുണ്ട്. പക്ഷേ ആ ഉത്തരം പറയുന്നതിന് മുൻപ് തൻ്റെ പുതിയ രാഷ്ട്രീയ യജമാനന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താൻ CPIM-ന് സാധിച്ചോ? അന്ന് ഞാൻ പറഞ്ഞു CPM തകരും ഈ തെരഞ്ഞെടുപ്പിൽ. സംഭവിച്ചില്ലേ? ഒന്ന് തോൽറ്റാൽ തോൽവി അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? ഒരു ക്ഷീണവും പാലക്കാട് ജില്ലയിൽ പറ്റിയിട്ടില്ല എന്നാ പറയുന്നത്. നിങ്ങളുടെ ഈ അപാരമായ CPM-കാരന്റെ അപാരമായ തൊലിക്കെട്ടിയുടെ മുമ്പിൽ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. കാരണം ആ തൊലിക്കെട്ടിയോട് മത്സരിക്കാൻ പറ്റുന്ന ഒരാളും ഞങ്ങളെ കൂട്ടത്തിലില്ല കേട്ടോ. അതായത് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം പാർട്ടി നേതൃത്വം അംഗീകരിക്കുന്നില്ലെന്നും നേതാക്കളുടെ തൊലിക്കെട്ടിയെ അപഹസിക്കുന്നതുമാണ് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും ചിരിച്ചു പോകും. കാരണം CPM-നെതിരെ സമാനതകളില്ലാത്ത നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ട പണത്തിൻ്റെ വലിയൊരു ആധിപത്യത്തിൽ കേരളം മുഴുവൻ ഒരു ഇടതു വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പൊതുബോധം സൃഷ്ടിച്ചെടുത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇപ്പോൾ കഴിഞ്ഞുപോയത്. UDF-ൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ജനങ്ങൾക്കിടയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന മിക്കവാറും എല്ലാം കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളും ജയിച്ചു കയറിയ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. പക്ഷേ എന്നിട്ടും PK ശശി തോറ്റു. അവിടെയാണ് PK ശശിയെപ്പോലെയൊരാൾ ഈ തോൽവിയെക്കുറിച്ച് വിലയിരുത്താൻ വരുന്നത്. കൊള്ളാവുന്നവരൊക്കെ ജയിച്ചു കയറിയപ്പോൾ ജനങ്ങൾക്കിടയിൽ യാതൊരു സ്വാധീനവുമില്ലാതെ സ്വന്തം അണികൾക്ക് പോലും വേണ്ടാതായിട്ട് 8 നിലയിൽ പൊട്ടിയ ആളാണ് ഈ PK ശശി എന്ന് നമ്മൾ മറക്കരുത്. സ്വന്തം വാർഡിൽ പോലും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയാത്ത, സ്വന്തം ചെയ്തികൾ കൊണ്ട് ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെയും മറ്റ് നേതാക്കളുടെയും ധാർഷ്ട്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. സ്വയം തോറ്റമ്പിയ ഒരുവൻ വ്യക്തിവൈരാഗ്യം കൊണ്ട് CPM നേതാക്കളെ അഹങ്കാരികളെന്ന് വിളിക്കുമ്പോൾ അതിലെ വൈരുദ്ധ്യം ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. തോൽവി അംഗീകരിക്കാത്ത അഹങ്കാരമല്ല ശശി, ഇത് ജനങ്ങൾക്ക് നിങ്ങളെപ്പോലെയുള്ളവരെ വേണ്ടാത്തതിൻ്റെ കൃത്യമായ പ്രതിഫലനമാണ്. ഇപ്പം ICU-ലാണ്, ഇനി അടുത്ത് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റും. അത് കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് പള്ളിക്കാട്ടിലേക്ക് എടുക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട. ആ രൂപത്തിലാണ് പോകുന്നത്. രക്ഷിക്കാൻ കഴിയില്ല. ഇവിടെ ശശി പ്രവചിക്കുന്നത് കേരളത്തിലെ CPM ICU-ലാണെന്നും നാളെ പള്ളിക്കാട്ടിലേക്ക് പോകുമെന്നുമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എന്താണെന്നും ജീവനിൽ ഭയമില്ലാതെ തെരുവിലിറങ്ങിയ പഴയ തലമുറയ്ക്കറിയാം. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിലും ഭരണകൂട ഭീകരതയുടെ ലാത്തിയടികളിലും തകർന്നു പോകാത്ത ഒരു പ്രസ്ഥാനം ശശിയെപ്പോലെ ഒരാൾ പുറത്തു പോയതിൻ്റെ പേരിൽ ICU-വിൽ ആകുമെന്ന് കരുതുന്നതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശ. ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ വടവൃക്ഷത്തിൽ പറ്റിപ്പിടിച്ചു വളർന്ന ഒരു പരാതം മാത്രമായിരുന്നു താങ്കൾ. ആ മരത്തിൽ നിന്ന് താഴെ വീണപ്പോൾ മരം ഉണങ്ങിപ്പോകുമെന്ന് വിശ്വസിക്കുന്ന പരാതത്തിൻ്റെ വ്യത മാത്രമാണിത്. CPM പള്ളിക്കാട്ടിലേക്ക് പോകുമെന്ന് പ്രവചിക്കാൻ ശശിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? പാർട്ടിയുടെ വിയർപ്പിലും ചോരയിലും വളർന്നു വലുതായി അവസാനം പാർട്ടിയുടെ ജീവവായു തന്നെ ഊറ്റിക്കുടിക്കാൻ ശ്രമിച്ചവർ പുറത്തു പോകുമ്പോൾ പ്രസ്ഥാനം തകരുകയല്ല, മറിച്ച് കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്യുന്നത്. കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് തോറ്റാൽ തോറ്റവനിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകണ്ടേ? ഒന്ന് തോറ്റാൽ തോൽവി അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? എന്നാലും ധിക്കാരം പോകുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കുമല്ലോ, എന്താണ്
കൊമ്പും തുമ്പിയായിട്ടല്ലേ നടന്നിരുന്നത് CPM-ന്റെ ഗോവിന്ദൻ മുതൽ. ഞാൻ ഈ ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. അല്ല, അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. ഞാനെന്തോ ഒരു ധിക്കാരം പറയുന്നു തോന്നരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കാരണം കൊണ്ടല്ല. അത് അയാളുടെ പേരാണ്, അയാൾ മാഷല്ല, അയാൾ PT മാഷാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്റെ ധിക്കാരമാണെന്ന് ധരിക്കരുത്. കാക്ക കറുത്തിട്ടാണ് എന്ന് പറയുന്നത് കാക്കയോടുള്ള വിരോധം കൊണ്ടല്ല, കാക്കയുടെ നിറം കറുപ്പായത് കൊണ്ടാണ്. ഗോവിന്ദൻ MV ഗോവിന്ദൻ എന്നേ ഞാൻ പറയുള്ളൂ, അങ്ങനെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ഗോവിന്ദൻ മുതൽ സംസ്ഥാന സെക്രട്ടറിയെ PT മാഷ് എന്നും മറ്റും വിളിച്ച് തികച്ചും തരംതാണ രീതിയിലുള്ള പരിഹാസമാണ് അദ്ദേഹം ഇവിടെ നടത്തുന്നത്. CPM നേതാവായിരുന്ന കാലത്ത് ആദർശം പ്രസംഗിക്കാൻ വേണ്ടി താങ്കൾ വേദിയിൽ കയറുമ്പോൾ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ താങ്കളെ എത്രത്തോളം വേട്ടയാടിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അന്ന് താങ്കൾക്ക് സംരക്ഷണം ഒരുക്കിയത് ഈ പറയുന്ന പാർട്ടി നേതൃത്വവും സാധാരണക്കാരായ സഖാക്കളുമാണ്. ഇന്ന് അതേ കോൺഗ്രസ്സുകാരെയും UDF-നെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ തണലിൽ നിന്നുകൊണ്ട് താങ്കളെ സംരക്ഷിച്ചു നിർത്തിയ പ്രസ്ഥാനത്തെയും അതിൻ്റെ നേതാക്കളെയും നോക്കി ആദർശം പ്രസംഗിക്കുന്ന കാഴ്ച രാഷ്ട്രീയ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വൃത്തികെട്ടതും അറപ്പുളവാക്കുന്നതുമായ കാഴ്ചയാണ്. നന്ദികേടിൻ്റെ ഏറ്റവും വലിയ പര്യായമായി PK ശശിയുടെ ഈ പ്രസംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. സ്വന്തം അസ്തിത്വം നഷ്ടപ്പെട്ട ഒരുവൻ തന്നെ തീറ്റിപ്പോറ്റിയ പഴയ തറവാടിനെ നോക്കി കുരയ്ക്കുന്നതിന് തുല്യമാണിത്. പാർട്ടി നേതാക്കൾ വെയിലത്തിട്ട ഐസ് കട്ട പോലെ ഉരുകിത്തീരുമെന്ന് പറയുന്ന ശശി ഒന്നോർക്കുന്നത് നന്നായിരിക്കും. നിങ്ങളെപ്പോലെയുള്ള മാലിന്യങ്ങൾ പുറത്തു പോയതുകൊണ്ട് ഈ പ്രസ്ഥാനം കൂടുതൽ തിളക്കമുള്ളതായി മാറുകയാണ്. എന്തെല്ലാം ഭീഷണികളാണ് ആ സമയത്ത് വന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്താ CP ഉൾപ്പെടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാ, ഇവിടെ ഇരിക്കുന്ന സഖാക്കളിൽ പലരും അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്ര ആളുകളെയാ കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്താൻ ശ്രമിക്കും. കേട്ടുകേൾവിയില്ലാത്ത കാര്യം, ഇവിടെ അനുഭവങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് CPIM രക്ഷപ്പെട്ടോ? കമ്മ്യൂണിസ്റ്റുകാർ മറ്റു കമ്മ്യൂണിസ്റ്റുകാരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് വിലപിക്കുന്ന ശശിയെ കേൾക്കുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. താങ്കൾ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വിലസിയിരുന്ന കാലത്ത് താങ്കൾക്കെതിരെ ശബ്ദമുയർത്തിയ എത്ര സഖാക്കളെയാണ് താങ്കൾ തന്നെ ഒതുക്കി തീർത്തിട്ടുള്ളത്? അന്ന് താങ്കൾ പ്രയോഗിച്ച അതേ ഭീഷണിയുടെയും അധികാരപ്രയോഗത്തിൻ്റെയും കഥകൾ ഇന്ന് മറ്റുള്ളവരുടെ മേൽ കെട്ടിവെച്ച് പുണ്യവാളനാകാൻ ശ്രമിക്കുന്നത് പരിഹാസ്യമാണ്. താങ്കളുടെ പുതിയ പാർട്ടിയായ DMF-ലേക്ക് പോയവരെ CPM ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള വ്യാജ കരച്ചിലുകൾ കേൾക്കാൻ ഇന്ന് കേരളത്തിൽ ആരുമില്ല. കാരണം അക്രമ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ആരായിരുന്നു എന്ന് മണ്ണാർക്കാട്ടെയും പാലക്കാട്ടെയും സാധാരണക്കാർക്ക് വളരെ കൃത്യമായി അറിയാം. എന്തുകൊണ്ട് CPM തോറ്റു എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ചോദ്യം. ഇത്രയുമൊക്കെ കേട്ടിട്ടും എന്തുകൊണ്ടാണ് CPM തോറ്റതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ വലിയ സസ്പെൻസ് ഞാൻ തന്നെ പറയാം. വോട്ടെണ്ണൽ മുതൽ നമ്മൾ തിരിഞ്ഞു നടന്ന ആ ഉത്തരം P. ശശി തന്നെ തൻ്റെ വരികൾക്കിടയിലൂടെ പറഞ്ഞു കഴിഞ്ഞു. CPM തോൽക്കാനുള്ള ഏക കാരണം PK ശശിയെപ്പോലെയുള്ള നികൃഷ്ട ജന്മങ്ങളെ ഇത്രയും കാലം ഈ പാർട്ടി സംരക്ഷിച്ചു നിർത്തി എന്നതാണ്. ജനങ്ങൾക്കിടയിൽ യാതൊരു സ്വീകാര്യതയുമില്ലാത്ത അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ എന്തും കാട്ടിക്കൂട്ടുന്ന ഇത്തരം ആളുകളെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സുകാർക്കും UDF-കാർക്കും മുന്നിൽ CPM-ന് പ്രതിരോധിക്കേണ്ടി വന്നു. ശശിയെ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന ലേബൽ UDF വളരെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വരെയും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വരെയും കോൺഗ്രസ് വോട്ട് ചോദിച്ചത് ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന CPM-ന്റെ നിലപാടുകളെ ചൂണ്ടിക്കാട്ടിയാണ്. എന്നിട്ടും പരമാവധി ശശിയെ സംരക്ഷിച്ചു നിർത്താൻ പാർട്ടി ശ്രമിച്ചു. ആ വലിയ തെറ്റിന്, ആ ചരിത്രപരമായ അബദ്ധത്തിന് CPM-ന് കാലം കാത്തുവച്ച കൂലിയാണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം. ജനങ്ങൾ പാർട്ടിയെ തള്ളിയതല്ല, മറിച്ച് പാർട്ടി ചുമന്നു നടന്ന PK ശശിയെപ്പോലുള്ള മാലിന്യങ്ങളെ ജനങ്ങൾ വലിച്ചെറിഞ്ഞതാണ്. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ കടന്നുകൂടിയ പല നികൃഷ്ട ജന്മങ്ങളെയും സംരക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കിട്ടിയ വലിയൊരു പ്രഹരമായി മാത്രം ഈ തോൽവിയെ കണ്ടാൽ മതി. ഇത് CPM-ൻ്റെ തകർച്ചയല്ല, മറിച്ച് ശശിയെപ്പോലെയുള്ള ജീർണതകളിൽ നിന്നുള്ള പാർട്ടിയുടെ ശുദ്ധീകരണമാണ്. അഴുക്കുകൾ ഒഴുകിപ്പോകുമ്പോൾ നദി കൂടുതൽ തെളിമയുള്ളതാകും. ഈ തിരഞ്ഞെടുപ്പ് തോൽവി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ശുദ്ധീകരണ പ്രക്രിയ മാത്രമാണ്. ശശിയെപ്പോലെയുള്ളവർ പുറത്തു പോയത് പാർട്ടിയുടെ ശാപമോക്ഷമാണ്, വരാനിരിക്കുന്ന വലിയ വിജയങ്ങളുടെ തുടക്കമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.